ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. വനത്തിനുള്ളിൽ താമസ ജീവിതം നയിക്കുന്ന വിശുദ്ധനെ കാണാനായി ഒരു പണ്ഡിതനെത്തി. മുള കൊണ്ട് കെട്ടിയ കുടിലിനുള്ളിൽ പ്രാർത്ഥനാ നിരതനായിരുന്നു സന്യാസി. പണ്ഡിതൻ അദ്ദേഹത്തെ താണു വണങ്ങി. സന്യാസി മുഖമുയർത്തി ഒന്ന് നോക്കി. അതിനുശേഷം ഒന്നും മിണ്ടാതെ ആംഗ്യം കാണിച്ചുകൊണ്ട് പണ്ഡിതനോട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചുറ്റും നോക്കി. ഇരിക്കാൻ ഒന്നുമില്ല. ഈ വെറും തറയിൽ ഇരിക്കുന്നതെങ്ങനെ? ജീവിതത്തിൽ ഇതുവരെ ഉയർന്ന പീഠങ്ങളിൽ മാത്രം ഇരുന്നിട്ടുള്ള അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി താഴെയിരുന്നു. നിശബ്ദനായിരുന്ന സന്യാസി അല്പസമയത്തിന് ശേഷം മുള കൊണ്ടുള്ള ഒരു കപ്പെടുത്ത് പണ്ഡിതന്റെ കയ്യിൽ കൊടുത്തു. ഒരു വലിയ മുളം തുണ്ടിൽ നിന്നും ചായ പണ്ഡിതന്റെ കയ്യിലുണ്ടായിരുന്ന കപ്പിലേക്ക് ഒഴിക്കാൻ ആരംഭിച്ചു. കപ്പ് നിറഞ്ഞു. എന്നിട്ടും സന്യാസി ചായ ഒഴിക്കുന്നത് നിർത്തിയില്ല. ചായ നിലത്ത് പരന്നൊഴുകി. ചമ്രം പണിഞ്ഞിരുന്ന പണ്ഡിതന്റെ ശരീരം പോലും നനഞ്ഞു തുടങ്ങി. പണ്ഡിതന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു: ഈ വിവരമില്ലാത്ത മനുഷ്യനെ കാണാനാണല്ലോ താൻ ഇങ്ങോട്ട് വന്നത്. അസംബന്ധമായി പോയി. അപ്പോൾ തന്റെ നിശബ്ദത അവസാനിപ്പിച്ചുകൊണ്ട് സന്യാസി ഇങ്ങനെ പറഞ്ഞു: മകനെ, നിറഞ്ഞൊഴുകുന്ന ചായക്കപ്പ് പോലെയാണ് നിന്റെ ഹൃദയം. അതിൽ ലോകത്തിന്റെ ചിന്തകളും ഭൗതിക ജ്ഞാനവും നിറഞ്ഞു നിൽക്കുന്നു. അതിനു മുകളിലേക്ക് ഞാൻ എന്തു പകർന്നാലും അതിനെ സ്വീകരിക്കാൻ കഴിയുകയില്ല. ഈ ചായ പോലെ കവിഞ്ഞൊഴുകി നഷ്ടപ്പെടും. ആയതിനാൽ നീ നിന്നെ തന്നെ ശൂന്യനാക്കുക. അനശ്വരമായ എന്തും സ്വീകരിക്കാനുള്ള ആദ്യത്തെ പടി അതാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് നാം. പക്ഷേ തിന്മയുടെ ശക്തികളും ദുരാഗ്രഹങ്ങളും കപട മനോഭാവവും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കടന്നു വരിക? സത്യത്തിന്റെ വഴികളിലൂടെ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളോട് നാം സഹകരിക്കുമ്പോൾ നാം ആത്മാവിൽ വ്യാപരിക്കുന്നവരായി മാറും. നിങ്ങൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കാം. ഗലാത്തി 5:25. പരിശുദ്ധാത്മാവിന്റെ അധിവാസഫലമായി നമ്മിൽ സമ്പൂർണപരമായ ഒരു മാറ്റം സംഭവിക്കുന്നു. ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അരൂപിയാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിന് അതിൻ്റെതായ ക്ലേശങ്ങളുണ്ടാകും. എങ്കിലും ദൈവാരൂപി നയിക്കുമ്പോൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നിരന്തരം മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുവൻ സ്വയം അരൂപിക്ക് വിട്ടുകൊടുക്കുന്നതനുസരിച്ച് വ്യക്തിത്വത്തിന്റെ എല്ലാ തലങ്ങളും ദൈവാരൂപിയുടെ സ്വാധീനത്തിലാകുന്നു. നിങ്ങൾ ആത്മാവിൽ പൂരിതരാകുകയും എഫേസ്യർ 5:18 എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചാണ്. ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തവരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. പാപത്തിനായ ലോകത്തിന്റെ കെണികളിൽ വീണുപോകാതിരിക്കാൻ അതീവ ജാഗ്രത ഉണ്ടായിരിക്കണം. അതിന് നമ്മെ നിരന്തരം സഹായിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ക്രിസ്ത്യാനിയിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്താൻ ദൈവാരൂപി പരിശ്രമിക്കുന്നു. അതുവഴി ലോകത്തിൽ ക്രിസ്തുവായി ജീവിച്ച് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ധീരതയോടെ യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേക്ക് വേണ്ടി ഈ ലോകത്തിൽ നിർഭയരായി സാക്ഷി വഹിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.